പുനർപരിഹാരം 25 ലക്ഷം രൂപ. നമസ്കാരം. കോഴിക്കോട് വലിയങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ 4 തൊഴിലാളികൾ മരിച്ചത് കോഴിക്കോട് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ UDF-ഉം BJP-യും എല്ലാം ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനിടയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യവും ഉണ്ടായി. BJP-യുടെയും UDF-ന്റെയും പ്രതിഷേധങ്ങൾ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ UDF-ന്റെ കൗൺസിലർമാർ കോർപ്പറേഷന്റെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചത്. അവർ ഏകദേശം മണിക്കൂറുകളോളം ഇവിടെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോർപ്പറേഷന്റെ UDF-ന്റെ കൗൺസിലർമാർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കോർപ്പറേഷൻ അകത്തേക്കോ പുറത്തേക്കോ ആരും കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ UDF-ന്റെ കൗൺസിലർമാർ ഇരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് UDF-ന്റെ കൗൺസിലർമാർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. UDF-ന്റെ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് BJP-യുടെ ഒരു പ്രതിഷേധ മാർച്ച് മുതലക്കുളത്ത് നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. അതേസമയം BJP-യുടെ മാർച്ച് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ എത്തുമ്പോഴും UDF-ന്റെ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം BJP-യുടെ പ്രവർത്തകർ കോർപ്പറേഷന്റെ ഗേറ്റ് ചാടിക്കടക്കുകയും കോർപ്പറേഷൻ കവാടത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവരെ പോലീസ് വളരെയധികം പണിപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഇതിനിടെയാണ് BJP-യുടെ കൗൺസിലറായ റിനീഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഇത്തരത്തിൽ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ മേയറുടെ ഓഫീസിനകത്തേക്ക് ചാടി കയറുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ഇത്തരത്തിൽ ഇവിടെ കവാടത്തിൽ കുത്തിയിരിക്കുന്ന UDF കൗൺസിലർമാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് UDF കൗൺസിലർമാർക്കിടയിലൂടെ ചാടിക്കടന്ന് കൗൺസിലർ റിനീഷ് കോർപ്പറേഷൻ ഓഫീസിനകത്ത് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും പോലീസ് എത്തി BJP-യുടെ പ്രവർത്തകരെയും ഇത്തരത്തിൽ കൗൺസിലറെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ UDF പ്രതിഷേധം നടത്തുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് തന്നെ BJP-യുടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിലൊരു ഉന്തും തള്ളും ഉണ്ടാവുന്ന സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന UDF-ന്റെ കൗൺസിലർമാരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. BJP-യുടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ UDF-ന്റെ കൗൺസിലർമാരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയങ്ങാടിയിൽ ഉണ്ടായ അപകടത്തിന്റെ ഭാഗമായി വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഉയരുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്നും 4 തൊഴിലാളികളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷമായിട്ടുള്ള BJP-യും UDF-ഉം അടക്കമുള്ളവർ ആരോപിക്കുന്നത്. വലിയ ഒരു പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും എതിരായിട്ടുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക മുതലായ നിരവധി ആവശ്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നത്.